എല്ലാവരും അവരവരുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ആരുടെയോ ശബ്ദം വരുന്നുണ്ട് ഇവിടെ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അദ്വൈത ലഹരി എന്ന ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് അദ്വൈത ലഹരിയുടെ 36ാമത്തെ സെഷനാണ്. അതായത് കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ ഈ പരിപാടി യാതൊരു വിഘ്നങ്ങളും കൂടാതെ റെഗുലറായി നടക്കുന്നു എന്നുള്ളത് ഈ ഫൗണ്ടേഷനെ, നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. കാരണം ഒരു ഓൺലൈൻ ക്ലാസ് 3 വർഷം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മഹത്തായ കാര്യം തന്നെയാണ്. ഇവിടെ മുമ്പ് പറയാറുള്ള പോലെ എത്ര പേർ പങ്കെടുക്കുന്നു എന്നുള്ളതിലല്ല, അതെങ്ങനെ കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകുന്നു എന്നുള്ളതിലാണ് കാര്യം. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ വളരെ അഭിമാനിക്കുന്നു വിശ്വാസാർഹത ഈ ക്ലാസ്സിനെ ഓർത്ത്. എന്തായാലും ആദ്യം ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സനാതന സുധയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം കൂടി നൽകിയാൽ വളരെ നന്നായിരിക്കുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അങ്ങനെയുള്ള അതിനുവേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ജയശങ്കര. 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 അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതപശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. സനാതന സുധയെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയണമെന്നാണ് ഇപ്പൊ ജ്യോതിഷ് പറഞ്ഞിരിക്കുന്നത്. അത് വിശ്വനാഥ സാറ് തന്നെ ചിരിക്കുകയാണ്. അപ്പോൾ സത്യത്തില് ഭാരതീയ സംസ്കൃതി എന്ന് പറയുന്നത് ഈ വേദം മുതൽ പുരാണം വരെയുള്ളവയാണ്. ഇവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ ജീവിത രീതികളും എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിശ്വനാഥൻ സാറിൻ്റെ സനാതന സുധ എന്ന് പറയുന്ന പുസ്തകം നമുക്ക് എങ്ങനെയാണോ അദ്ദേഹം പഠിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇപ്പം തൈത്തിരിയോപനിഷത്ത് വരെ കഴിഞ്ഞു, ഇത് തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് ആദ്യം വേദങ്ങളെക്കുറിച്ച്, ഉപവേദങ്ങളെക്കുറിച്ച്, ഉപനിഷത്തുകളെക്കുറിച്ച്, അപ്പോൾ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം എഴുതി. അപ്പം നമുക്ക് എന്തൊക്കെയാണോ വിശ്വനാഥ സാർ ഇതുവരെ പഠിപ്പിച്ചത്, ഇനി എന്താണോ ബാക്കി പഠിപ്പിക്കുവാൻ പോകുന്നത്, ഇതെല്ലാം ഒരു ഗ്രന്ഥമാക്കിയിട്ടുണ്ട്. ഇനി ഇദ്ദേഹം നമുക്ക് പഠിപ്പിച്ചത് ക്ലാസ് ആയിട്ടാണ്. അപ്പോൾ വീണ്ടും അതൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ പഠിച്ചത് ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് ഉത്തമമായിരിക്കും. അതുകൊണ്ട് എ മസ്റ്റ് റീഡ് ബുക്കിൽ പെട്ട ഒന്നാണ്. അപ്പോൾ എല്ലാവരും സനാതന സുധ എന്ന ഈ പുസ്തകം മേടിച്ച് വായിച്ചു നോക്കുക. ഇതിനെക്കുറിച്ച് വളരെ ധാരാളം വാഗ്ധോരണി പറയുവാൻ എന്നെ കൊണ്ടാവുകയില്ല. കാരണം അതിമനോഹരമായിട്ട് വളരെ സാറ് പഠിപ്പിക്കുന്ന അതേ സിംപ്ലിസിറ്റിയിൽ, കാരണം അദ്വൈത സിദ്ധാന്തങ്ങളെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതിയെ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു തരുവാൻ മറ്റൊരാൾക്കും ആകില്ല എന്നതാണ് എൻ്റെ ചിന്ത. പല പുസ്തകങ്ങളും എക്സ്ട്രീംലി കോംപ്ലക്സ് ആണ്. ഏത് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാലും അത് മനസ്സിലാക്കിയെടുക്കാൻ, ഒന്നാമത് അത്യധികമായ സംസ്കൃതം കൊണ്ട് എഴുതിയിരിക്കുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പാടാണ്. പക്ഷേ ഇവിടെ സംസ്കൃത ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഉദാത്തമായ വളരെ മനോഹരമായ മലയാളത്തിൽ അദ്ദേഹം അതിന് എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് വായിക്കുവാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ വേദം മുതൽ പുരാണം വരെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതും പറഞ്ഞു തരുവാൻ പോകുന്നതുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായ ഭാഷയിൽ തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ കയറിയവർക്കെല്ലാം വീണ്ടും അതൊന്നുകൂടെ വായിച്ചു നോക്കിയാൽ പഠിച്ചതൊക്കെ ഓർക്കുവാനും അത് അരക്കിട്ട് ഉറപ്പിക്കുവാനും സാധിക്കും. ക്ലാസ്സിൽ കയറാതെ ക്ലാസ് നഷ്ടപ്പെട്ടവർക്ക് ഇത് വായിച്ച് ഏകലവ്യൻ്റെ ശിക്ഷത്വം പോലെ ഒരുപക്ഷെ സ്വീകരിക്കാനും സാധിക്കും, അറിവ് നേടുവാനും സാധിക്കും.
അതിൽ കൂടുതലൊന്നും പറയാൻ എനിക്ക് ഒരു പക്ഷേ വിസ്താരഭയം കൊണ്ട് എന്നെ സമ്മതിക്കുന്നില്ല. തീർച്ചയായിട്ടും അതൊരു ഉദാത്തമായ പുസ്തകം തന്നെയാണ്. നാം ഏവരും വാങ്ങിയിരിക്കണം, വായിച്ചിരിക്കണം. ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ അങ്ങയുടെ വാക്കുകൾക്ക്. 6 ഖണ്ഡങ്ങളിലായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന ഈ സനാതന സുധ പ്രസരം പബ്ലിക്കേഷൻസ് ആണ് തിരുനക്കര, കോട്ടയം ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആവശ്യമുള്ളവർക്ക് ഞങ്ങളുമായും ആരുമായും വിശ്വാസാറുമായോ ആരുമായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളത് പ്രൊവൈഡ് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. ഞാൻ വളരെ സ്നേഹ ബഹുമാനത്തോടു കൂടി ഭക്തിപൂർവ്വം വിശ്വാസാറിനെ ഈ വേദിയിലേക്ക് ഇന്നത്തെ ക്ലാസ്സിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കർ. മാതമീയരായ എല്ലാ പഠിതാക്കൾക്കും പിന്നീടമായ പ്രധാനം. സനാതനത്തെ കുറിച്ചുള്ള നമ്മുടെ ക്ലാസ് 3 വർഷം ആയി എന്ന് ഇപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത്. അതിൽ അത്ഭുതമുണ്ട്, സന്തോഷമുണ്ട്. അന്ന് ഇങ്ങനെ എന്തെങ്കിലും ക്ലാസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇത് തന്നെ വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇതായിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ സമ്മറി ഒന്ന് തുടങ്ങി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നാണ്. അത് ഇത്രയൊക്കെ പോകുമെന്ന് ഞാനും വിചാരിച്ചില്ല. 1 വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ തന്നെ മടുത്തിട്ട് ഇതൊക്കെ മതിയായി, നമുക്ക് മറ്റു വിഷയത്തിലോട്ട് പോകാം, അല്ലെങ്കിൽ ഇതിൽ നിൽക്കട്ടെ എന്നൊക്കെ പറയും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെങ്കിൽ അങ്ങനെ ഉണ്ടായില്ല. അത് എന്നെ സംബന്ധിച്ചൊരു അത്ഭുതമാണ്. കാരണം ഇത്ര പേരുണ്ടായിരിക്കുക എന്നുള്ളത് എനിക്ക് വിഷയമില്ല. ഇങ്ങനെയുള്ള ഇതിഹാസ പുരാണങ്ങളും വേദങ്ങളും ഒക്കെ കേൾക്കാൻ ഒരു ശ്രോതാവെ ആദ്യം വരെ വെച്ചിട്ടുള്ളൂ. ഭാഗവതം കേട്ടത് പരീക്ഷത്തിന് വേണ്ടിയാണ്, ഒരു ശ്രോതാവേ ഉണ്ടായിരുന്നു. ഇതേപോലെ ഋഷിമാരൊക്കെ ശ്രോതാക്കൾ 1 അല്ലെങ്കിൽ 2 3 പേരെ കാണുള്ളൂ. പക്ഷെ അവർ ഈടുറ്റ ആവശ്യക്കാരായ ശ്രോതാക്കളാണ്. അങ്ങനെ ഇവർ 2 പേര് എപ്പോഴും എൻ്റെ മുൻപിൽ സാന്നിധ്യം ഉണ്ടാകും. അതെനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കി. ഇതേപോലെ കുറച്ച് പേര് അദൃശ്യമായിട്ടും എൻ്റെ മുമ്പിലുണ്ട്. അവരെന്തായാലും 8 പേര് നിർബന്ധമായിട്ടും എൻ്റെ ഉണ്ടാവും എന്നുള്ളത് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു, ആനന്ദിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അധ്യാപകന്റെ കൃത്യമാണ് എടുക്കാൻ തുടങ്ങുന്ന പോർഷൻ കംപ്ലീറ്റ് എടുത്ത് പൂർത്തിയാക്കുക, ഇത്ര കുട്ടികൾ ക്ലാസ്സിലുണ്ടാവണം എന്ന് സാക്ഷ്യം പിടിക്കാതിരിക്കുക എന്നുള്ളത് ഒരു അധ്യാപകത്വത്തിൻ്റെത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ആയത്. എന്നാലും ഒരു 36 ക്ലാസ്സുകളും 3 വർഷത്തോളം പിന്നിട്ടു എന്ന് ഇപ്പോഴാണ് വസ്തുത ഞാൻ ശരിക്കും ആലോചിക്കുന്ന വിഷയത്തെക്കുറിച്ച്. എങ്കിലും അതെനിക്ക് അഭിമാനമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളെ ഈ സനാതന സുധ പകുതിക്കുള്ളേ ആയിട്ടുള്ളൂ. ഇനിയും ബാക്കി വിഷയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കും നിങ്ങൾക്കും കൂടി ചേർന്ന് നമുക്കൊന്ന് പൂർത്തിയാക്കാം. ഒന്ന് പൂർത്തിയാക്കി ഒരു പരിവൃത്തി വെക്കുക. പിന്നെ ഈ ഗ്രന്ഥം വായിക്കാൻ എല്ലാവർക്കും അല്പം വായിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടി വായിച്ചു പോകാൻ പറ്റും. ഒരു റീഡബിലിറ്റി ഉള്ള ബുക്കാണെന്ന് പലരും പറഞ്ഞിങ്ങനെ അതിനെക്കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് അത് കയ്യിലെടുത്താൽ പിന്നെ അതിന് വായിച്ചു നോക്കാം. വേണ്ട എന്ന് വെക്കാൻ ഉള്ള അവസ്ഥ അതിനുണ്ടാവില്ല. വിഷയങ്ങൾ ഗ്രഹങ്ങളാണെങ്കിലും വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചുരുക്കി വേണ്ടത് മാത്രം പറഞ്ഞിട്ട് മുമ്പ് ജേഷ് പറഞ്ഞ പോലെ സംസ്കൃതം ധാരാളം ഉണ്ടെങ്കിൽ ഞാൻ അധികവും സംസ്കൃതം ഉപയോഗിക്കാതെ, അഥവാ എന്തെങ്കിലും ഒരു ശ്ലോകമോ ഒരു വരിയോ ഒരു വാക്കോ ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം നന്നായി വ്യാഖ്യാനിച്ച് പറഞ്ഞ് മുമ്പോട്ട് പോകാറുള്ളൂ. കാരണം വെറുതെ ഒത്തിരി സംസ്കൃത ശ്ലോകങ്ങൾ പദ്യങ്ങൾ ചൊല്ലി കേൾപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അതൊക്കെ എനിക്കറിയാം, നിങ്ങളെ ബോധ്യപ്പെടുത്തി എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾക്കറിയാൻ പാകത്തിന് ഒരു ശ്ലോകം മുഴുവൻ വേണ്ടായാലും ഒരു വരി പറഞ്ഞാൽ മതി. ആ വരിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ ധാരാളമായി. ഇതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ ഞാൻ പോകാറുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. അഭിമാനത്തോടെ നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് പോകാം. തൈത്തിരീയ ഉപനിഷത്തിലെ 2 വല്യാണ് നമ്മൾ എടുത്തു തീർക്കുന്നത്. ഇത് ഒരു മിനിറ്റ്, സാറിനെ ആദ്യം ഇതിനോട്ട് ക്ഷണിക്കാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ വഴി തെറ്റി. കോട്ടയം പട്ടണത്തിൽ ഞാനൊരു ചുറ്റിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ സത്യത്തിൽ ജീവിതത്തിൽ നമ്മളെല്ലാം വഴി അലഞ്ഞ് അവസാനം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ വഴി ക്ലിയറായി. എന്നെ അദ്ദേഹം തന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ വീണ്ടും ജീവിതത്തിലേക്ക് നമ്മുടെ അറിവിലേക്ക് അദ്ദേഹം നമ്മളെ പിടിച്ച് കയറ്റുകയാണ്.
മറ്റേ ഭീഷ്മദ്രോണ തടാ ജയദ്രഥ ജല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ എല്ലാവരെയും കൈപിടിച്ച് അദ്ദേഹം കയറ്റിക്കൊണ്ട് പോവുകയാണ് എന്നുള്ളതിലും ഒരു അനുഗ്രഹം നമുക്കുണ്ടായി ജയശങ്കര. ആദ്യത്തെ ശിക്ഷാവല്ലി, രണ്ടാമത്തെ ബ്രഹ്മാനന്ദവല്ലിയും, ആ ബ്രഹ്മാനന്ദവല്ലിയിൽ പ്രധാനപ്പെട്ട പഞ്ചകോശങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിരൂപണം ചെയ്തത്. ഇനി തൈത്തിരീയോപനിഷത്തിന്റെ അവസാനത്തെ വല്ലിയുടെ പേര് ഭൃഗുവല്ലി എന്നാണ്. ആ ഒരു വല്ലിയും കൂടെ അതിനകത്തുള്ളൂ. അത് താരതമ്യേന ചെറിയൊരു വല്ലിയാണ്, ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സൂചിപ്പിച്ച് പോയാൽ അടുത്ത ഉപനിഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പക്ഷേ ഈ തൈത്തിരീയ ഉപനിഷത്തിന്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഓരോ അധ്യായങ്ങൾക്കും ഓരോ വല്ലികൾക്കും ഓരോ ശാന്തി പാഠം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ഉപനിഷത്തിന് ഒരു ശാന്തി പാഠം അങ്ങനെ പറയാറുള്ളൂ. അപ്പൊ വേണമെങ്കിൽ തൈത്തിരീയ ഉപനിഷത്തിന്റെ 3 വല്ലികൾ 3 ഉപനിഷത്തായിട്ട് ഋഷി കാണുന്നുണ്ടോ നമുക്ക് ആശങ്കിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഓരോന്നിനും പ്രത്യേകം ശാന്തി പാഠം. ഈ ഭൃഗുവല്ലിക്ക് വേണ്ടി ഒരു ശാന്തി പാഠം വീണ്ടും ഉണ്ട്. സഹനാവതു നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. അതേ ശാന്തി പാഠത്തോടെയാണ് ഭൃഗുവല്ലിയുടെ തുടക്കം. ഇത് ഒരു ഉപാഖ്യാനം, ഒരു ചെറിയ കഥാഭാഗത്തോടു കൂടിയാണ് ഈ 3ാമത്തെ വല്ലി ആരംഭിക്കുന്നത്. ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിച്ചവനായ ഭൃഗു കൊണ്ടാണ് ഭൃഗുവല്ലി എന്നീ പേര് വന്നത്. വല്ലി എന്ന് വെച്ചാൽ അധ്യായം. ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിച്ച ഭൃഗു എന്ന മഹർഷി പിതാവായ വരുണന്റെ അടുത്ത് ചെയ്തു. വരുണൻ അർത്ഥിയായിട്ട് വന്ന പുത്രനെ ശിഷ്യനായി സ്വീകരിച്ചു. ബ്രഹ്മഭക്ഷണക്കാരത്തിന് അവശ്യം വേണ്ട വഴികൾ ഉപദേശിച്ചു. അങ്ങനെയാണ് അതിൽ തപസ്സിന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബ്രഹ്മത്തെ അറിയുവാൻ തപസ്സാണ് അനിവാര്യം. തപസ് എന്ന വാക്കിന്റെ അർത്ഥം ചിന്ത എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ബ്രഹ്മ വിചാരണമാണ് ചെയ്യേണ്ടത്, ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കലാണ് ചെയ്യേണ്ടത്. ബുദ്ധിയിൽ ആലോചിച്ച് ചിന്തിച്ച് അവിടേക്ക് എത്തിച്ചേരലാണ് വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ തപസ്സിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ആണ് ഇവിടെ ആദ്യം പറയാൻ പോകുന്നത്. അന്നം, പ്രാണൻ, ചക്ഷുഫ്, ശ്രോത്രം, മനസ്സ്, വാക്ക്, ഇത്രയും ബ്രഹ്മപ്രാപ്തിക്കുള്ള മാർഗങ്ങളാണ്. തപസ്സുകൊണ്ടാണ് കോശങ്ങളിലുള്ള ബ്രഹ്മത്വ ബുദ്ധിയെ നിരാകരിച്ചിട്ട് ആനന്ദസ്വരൂപമായ ബ്രഹ്മസാക്ഷാത്കാരം നേടണം എന്നുള്ള വഴി തപസ്. അപ്പൊ തപസ്സിന് എന്താണ്? അന്നം ഒരു വഴിയാണ്, പ്രാണൻ ഒരു വഴിയാണ്, ചക്ഷുഫ് ഇന്ദ്രിയങ്ങൾ ഒരു വഴിയാണ്, അതിൽ ചക്ഷുഫ് ശ്രോത്രം അത് രണ്ടുമാണ്. പിന്നെ മനസ്സ്, വാക്ക്, കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, മനസ്സ് എന്നിങ്ങനെ ഈ ബ്രഹ്മപ്രാപ്തിക്കുള്ള പല വഴികളും പറഞ്ഞിട്ട് ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തെയാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത് എന്ന് എല്ലാത്തിനെയും നേതി എന്ന് നിരാകരിച്ചിട്ട് ഇതല്ല എന്ന് നിരാകരിക്കുക. എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം എന്തല്ല എന്ന് പറയുക. ഇതാണെന്ന് പറഞ്ഞ ഡെഫിനിഷൻ കൊടുത്ത് മാറ്റി നിർത്തിയാൽ അത്ര നിസ്സാരമായിട്ട് പോകും. ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള ബ്രഹ്മം ഞാൻ അറിഞ്ഞല്ലോ. അപ്പൊ എന്നെക്കാൾ എത്രയോ ചെറുതായിട്ട് മാറും ഈ ബ്രഹ്മം. ഇത് എന്നെക്കാളല്ല, ഈ പ്രപഞ്ചത്തെക്കാളൊക്കെ വലുതാണ്. അത് ഞാൻ കണ്ടെത്തി, എനിക്കറിയായി എന്ന് പറയാൻ പറ്റിയാൽ അതിനോളം വലിയൊരു പോഷക വേറെ ഇല്ലാത്തത് കൊണ്ട് ഋഷിമാരൊക്കെ എന്തല്ല എന്നേ പറയൂ. ഇതല്ല എല്ലാത്തിനെയും നിരാകരിക്കുമ്പോൾ ഏതാണോ അനിരാകരണമായിരിക്കുന്നത് അത് വരും എന്നൊരു തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുവഴി എന്ത് ചെയ്യണം? ഈ ആനന്ദ അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അതുകൊണ്ട് തപസ് ചെയ്യാൻ ശിരോമുണ്ടനം ചെയ്യുക, കാഷായം ധരിച്ച് വനാന്തരങ്ങൾ നടക്കുക, ഇത് മാത്രമല്ല, അത് ബാഹ്യമായ വേഷമാണ് തപസ്സിന്റെ. അതൊക്കെ തപസ്സിനുള്ള യൂണിഫോമുകൾ മാത്രമാണ്. യൂണിഫോം ഇട്ട് നടന്നാൽ പഠിത്തം ആവില്ല. പഠിക്കാനുള്ള ഒരു ഒരുക്കമാണ് യൂണിഫോം. അതിൽ നിന്ന് പഠിക്കണം. അതാണ് ബാക്കി ഇനി ചെയ്യേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉപനിഷത്ത് ആ തപസ്സിന്റെ ഓരോ ചര്യകളെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒന്ന്, ഇന്ദ്രിയങ്ങളെ അടക്കുക. അപ്പം സമാധാനമായൊരവസ്ഥ ഉണ്ടാകും. അതിനാണ് ആഭ്യന്തരമായ തപസ്. ഇത് ഏത് ഗൃഹസ്ഥനും സാധിക്കുന്നു. ഇന്ദ്രിയങ്ങളെ അല്പസമയം ചിലപ്പോൾ ഒരു നിമിഷമേ പറ്റൂ കണ്ണടച്ചിരിക്കാൻ, എന്തു പറഞ്ഞാലും കേട്ടില്ല എന്ന് നടിച്ചിരിക്കാൻ, നല്ല സ്വാദിഷ്ടമായ ഭോജനം മുമ്പിൽ കൊണ്ടുവച്ചാൽ
കുറച്ച് സമയത്തേക്ക് അതിനോട് വിരക്തി കാണിക്കാം. ആദ്യം തുടക്കത്തിൽ ഇത്രയൊക്കെ പറ്റുള്ളായിരിക്കാം. അത് വിഷയങ്ങളെ ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരു വഴികളാണ്. അതിൽ കൂടി മുമ്പോട്ട് പോകണം. അത് തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. ഇതാണ് തപസ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന്. അങ്ങനെ തപസ് ചെയ്തെങ്കിൽ മാത്രമേ ഭൗതികതയെ നിരാകരിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന് കണ്ടിട്ട് ഈ ഉപനിഷത്ത് അല്ലെങ്കിൽ ഈ ഭൃഗുവല്ലി വിസ്തരിച്ചു പറയുന്നത് അന്നത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. അന്നം ന നിന്ദ്യാ തത് വ്രതം. അന്നത്തെ നിന്ദിക്കരുത്, അതൊരു വ്രതമായിരിക്കും. നമ്മെ നിലനിർത്തുന്നത് അന്നമാണ്. അന്ന സംരക്ഷണത്തിനാണ് വ്രതങ്ങളുടെ ആവശ്യം. യാദൃച്ഛികമായി കിട്ടുന്ന അന്നം കൊണ്ട് സന്തുഷ്ടനാവണം. അന്നം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുക, അന്നത്തിനു വേണ്ടി മാത്രം ജീവിക്കുക, അന്നത്തിനു വേണ്ടി അമിതമായി കാമിച്ച് ഓടി നടക്കേണ്ടതില്ല എന്ന് പറയാൻ പോവാണ്. ഇന്ന് അതിനുവേണ്ടിയാണ് ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അന്നം, ഇല്ലാത്ത അന്നം, കിട്ടാത്ത അന്നം തപ്പിയെടുത്ത് ഉണ്ടാക്കി നടന്ന് എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് അത് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു സുഖം അത്ര മാത്രമേ അതുകൊണ്ട് കിട്ടുന്നുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും അന്നം ആവശ്യമായിട്ട് വരും. കാരണം വിശപ്പ് മാറിക്കഴിയുമ്പോൾ പിന്നെയും വിശക്കും, പിന്നെയും അന്നത്തിന്റെ പുറകെ ഓടും. അങ്ങനെ ഈ കിട്ടുന്ന അന്നം കൊണ്ട് സംതൃപ്തി ഉണ്ടാകാൻ നോക്കണം. അന്നത്തെ ബഹുമാനപൂർവ്വം ആരാധിക്കണം, അന്നത്തെ പൂജിക്കണം. ആരാധിച്ചിട്ട് മാത്രമേ അന്നത്തെ സ്വീകരിക്കാവൂ. പൂർണ്ണ അന്നം കൊണ്ടുവച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒരു ജലം കൊണ്ട് പരിഷേകം ചെയ്ത് ആരാധിച്ച് മന്ത്രപൂർവ്വമായിട്ട് മാത്രമേ അതിനെ നമ്മൾ സ്വീകരിക്കാറുള്ളൂ. കാരണം അന്നം കൊണ്ട് കിട്ടേണ്ടത് അരോഗദൃഢമായ ഒരു ശരീരമാണ്. അന്നം കൊണ്ട് രോഗം വളരുന്ന ഒരു ശരീരം അല്ല നമുക്ക് വേണ്ടത്. ഇന്ന് അങ്ങനെ മാറിയിട്ട് ഇന്നത്തെ രോഗത്തിന് 90% കാരണം അന്നം കൊണ്ടാണ്. അന്നം ദുഷിക്കുന്നതാണ് ശരീരത്തിലെ രോഗത്തിന് കാരണം. അതുകൊണ്ട് അന്നം അതിനുള്ളതല്ല, രോഗം ഉണ്ടാക്കാനുള്ളതല്ല. അതുകൊണ്ട് ദൃഢമായ ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കാൻ അന്നം കൊണ്ട് സാധിക്കും. കേവലമായ രുചിയുടെ പേരിൽ അന്നത്തെ നിന്ദിക്കരുത്. അന്നം ന നിന്ദ്യാത്. ഇന്നത്തെ തലമുറക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം ഇതാണ്. രുചിയുടെ പേരിൽ അന്നത്തെ നിന്ദിക്കുന്നവരാണ് ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾ 90%. ഇതിന് സ്വാദില്ല, രുചിയില്ല, എനിക്ക് ഇഡ്ഡലി വേണ്ട, എനിക്ക് പുട്ട് വേണ്ട, എനിക്ക് ചപ്പാത്തി മതി, വേറെ ചപ്പാത്തി വേണ്ട എന്നിങ്ങനെ രുചിഭേദങ്ങൾക്ക് വേണ്ടിയിട്ട് പല അന്നത്തെയും നിന്ദിക്കും. അങ്ങനെ നിന്ദിച്ച് മാറ്റും, അത് കളയും, വേസ്റ്റാക്കി. അതുകൊണ്ടാണ് ഈ ഉപനിഷത്ത് ഉറക്കെ നമ്മെ ബോധ്യപ്പെടുന്നത് അന്നം ന നിന്ദ്യാത്. അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുത്, അത് പൂജിക്കണം, ആദരിക്കേണ്ടതാണ്. എന്തായാലും തത് വ്രതം, അതൊരു വ്രതമായിരിക്കും. അന്നം ഒരു വ്രതമായിരിക്കണം. ഈ തലമുറയ്ക്ക് ഈ ഉപനിഷത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം എന്താണ്? ഭക്ഷണം നിരസിക്കരുത്, ദാനം ചെയ്യുന്നതിനെ വിലക്കുകയും. അന്നം ന പരിരക്ഷിത തദ്വ്രതം. അന്നത്തെ ഉപേക്ഷിക്കരുത്. ജ്യോതിരന്നം സർവേഷാമേവ ദാനാനം അന്നദാനം വിശിഷ്യത എന്ന് സ്മൃതികൾ പിന്നീട് പറഞ്ഞു. അപ്പൊ അന്നം ധാരാളം ഉണ്ടാക്കി വെച്ച് ദാനം ചെയ്യേണ്ടതാണ്. നമ്മുടെ മുൻ തലമുറയുടെ ഒരു പ്രധാന കൃത്യം അതായിരുന്നു. വീട്ടിൽ ധാരാളം അന്നം ഉണ്ടാക്കി വെക്കും, ആരും വന്നില്ലെങ്കിലും അന്നം ഉണ്ടാക്കി വെക്കും, ആരെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തി അന്നം ദാനം ചെയ്യും, അന്നം കൊടുക്കും. അതൊരു വ്രതമായിരുന്നു. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നിർബന്ധമായിട്ടും ചോറുണ്ടാക്കി അതിൻ്റെയും വൈകുന്നേരം വരെ വെച്ചേക്കും. ഒരാവശ്യമില്ലെങ്കിലും ആരെങ്കിലും വരുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് ദാനം ചെയ്യും. അല്ലെങ്കിൽ നമ്മെ ഉപജീവിച്ച് കഴിയുന്ന ക്ഷുദ്രജീവികൾ നമ്മുടെ ചുറ്റും ധാരാളമുണ്ട്, അവർക്ക് ദാനം. ഇന്ന് അവർക്ക് കൊടുക്കില്ലല്ലോ. അതെന്ത് ചെയ്യും? ഒരു വേസ്റ്റിന്റെ ഒരു വലിയ കുഴൽ കാണും, ആ കുഴലിനകത്തിട്ട് അടച്ച് ഒരൊറ്റ ജീവിക്ക് അത് കൊടുക്കില്ല. അതുകൊണ്ട് അവർ നമ്മളെ ആക്രമിക്കാൻ വീട്ടിനകത്ത് കയറി വന്ന് ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഭക്ഷണം കിട്ടിയാൽ നമ്മളെ ആക്രമിക്കാൻ വരില്ല. ഭക്ഷണം കിട്ടാത്തതാണ് കാരണം. അതുകൊണ്ട് അന്നം ന പരിരക്ഷിത, അന്നത്തെ നിന്ദിക്കരുത്, തദ്വ്രതം, അത് വ്രതമായിരിക്കണം. ന കഞ്ചന വഫതോ പ്രത്യാചക്ഷീത തദ്വ്രതം. വീട്ടിൽ വരുന്ന ഒരതിഥികളെ പോലും
വഫതയിൽ വീട്ടിൽ വരുന്ന കഞ്ചന ഒരാളെ പോലും പ്രത്യാചക്ഷീത നിരാശരായിട്ട് മടക്കയക്കരുത്. അന്നം കൊടുക്കാതെ ഒരാളെയും മടക്കയക്കരുത്. ഇനി ഇവിടെ ഇല്ല, തീർന്നു പോയി, വരുമോ, നമുക്ക് ഹോട്ടലിൽ പോകാം, നമ്മൾ ഇന്ന് എന്ത് ചെയ്യും, ചുള്ളൂ, നമ്മുടെ വീട്ടിലൊന്നുമില്ല. എങ്ങനെയെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം, ഭക്ഷണം കൊടുക്കും, അതിന് കുഴപ്പമില്ല. അതുകൊണ്ട് അതിഥികളെ നിരാശരായിട്ട് മടക്കി അയക്കരുത്. ഉപചാര മര്യാദയോടെ അന്നം കൊടുത്ത് അതിഥികളെ സൽക്കരിക്കണം. ഇത് സംസ്കാരത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകം. നമുക്ക് അന്നത്തെക്കുറിച്ച് എത്ര നിർവചനങ്ങളാണ് നമുക്ക് പറഞ്ഞത്. അന്നെന്ന നിന്ദ്യ, അന്നെന്ന പരിരക്ഷീത, കഞ്ചന വഫതോ പ്രത്യാരക്ഷീത. തുടർന്ന് അന്നത്തിന്റെ മാഹാത്മ്യത്തെ ഇത്രയധികം പറഞ്ഞിട്ട് ഇനിയും ഈ അന്നം കൊണ്ട് ഉപചിതമാകുന്ന ശരീരം കൊണ്ടേ തപസ് ചെയ്യാൻ പറ്റും. അന്നമില്ലാതിരുന്നാൽ തപസ് ചെയ്യാൻ പറ്റില്ല. കാരണം ശരീരം ക്ഷീണിച്ച് എന്താണ്, അത് വെള്ളമെങ്കിലും കുടിക്കണം. വെള്ളം അന്നമാണ്, പ്രാണൻ പോലും അന്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ചോറും കറിയും മാത്രമൊന്നുമല്ല. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം, നിരന്തരമായും ഒരു ഉപാസനയായി ആരാധനയായി കൊണ്ടു നടക്കുന്നവരാണ് അതിനെ ഉപാസിച്ച് ശരീരത്തെ പരിരക്ഷിച്ച് ആ ശരീരം കൊണ്ട് തപസ് ചെയ്യാൻ പറ്റും. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ധർമ്മത്തിനുള്ള ഉപകരണങ്ങൾ ആദ്യത്തെ ശരീരമാണ്. ശരീരമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിശക്കുന്നവൻ മറ്റൊന്നും തോന്നില്ല, വിശപ്പ് മാത്രം തോന്നുന്നു. നന്നായിട്ട് വിശന്നിരിക്കുന്നവന്റെ മുമ്പിൽ ചെന്ന് ഗീതയും ഉപനിഷത്തും ഒക്കെ കുറെ ഉപദേശിക്കാൻ നിന്ന് കേൾക്കാൻ പറ്റില്ല. കാരണം അന്നം കൊണ്ട് അവൻ രക്ഷിതനാവണം, എന്നിട്ട് വേണം വേദാന്തം പറയാൻ. അതുകൊണ്ടാണ് ഇനിയും ബ്രഹ്മോപാസനയുടെ പ്രകാരഭേദങ്ങളെ കുറിച്ച് ഇനിയും പറയുകയാണ്. ക്ഷേമ ഇത് വാചി, യോഗക്ഷേമ ഇത് പ്രാണാപാനയോഹു, കർമ്മേതി ഹസ്തയോഹു, ഗതിരിതി പാദയോഹു, വിമുക്തിരിതി പായോ. ഇന്ദ്രിയങ്ങളെ നിങ്ങളെ സംരക്ഷിക്കണം. ബ്രഹ്മത്തെ വാക്കിൽ ക്ഷേമമായി കാണും. ക്ഷേമ ഇത് വാചി, വാക്കിൽ ക്ഷേമമായി ബ്രഹ്മത്തെ കാണണം. പ്രാണ അപാനങ്ങളിൽ യോഗക്ഷേമമായിട്ട് കാണണം. പ്രാണ അപാനയോഹോ യോഗക്ഷേമ ഇത്. ഈ യോഗത്തിന് അപ്രാപ്തസ്യ പ്രാപണം എന്നാണ് യോഗത്തിന്റെ ശരിയായ നിർവചനം. ഇല്ലാത്തതിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ പേരാണ് യോഗം എന്ന്. അപ്രാപ്തസ്യ പ്രാപണം, നമുക്ക് പ്രാപിക്കാത്തതിനെ ഉണ്ടാക്കിയെടുക്കലാണ് യോഗം. ഇനി പ്രാപ്ത സംരക്ഷണമാണ് ക്ഷേമം. കിട്ടിയതിനെ ഒരിക്കലും കളഞ്ഞു പിടിക്കാതെ കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് ക്ഷേമം. അപ്പൊ നമ്മുടെ വാക്കിൽ ഒരിക്കലും വരാത്തതായ ഈ ബ്രഹ്മചൈതന്യത്തെ ഉൾക്കൊള്ളുന്ന വാക്കുകൾ, ഋക്കുകൾ വായിൽ ഉണ്ടായി വന്നാൽ അതൊരു യോഗമാണ്. അതിനെ എന്ത് ചെയ്യരുത്, നശിപ്പിക്കും. അതിനെ പ്രാണാപാനങ്ങളുടെ സഹായം കൊണ്ട് വളർത്തി 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 നിരന്തരമായും ഉപയോഗിക്കണം. അപ്പോഴാണ് ക്ഷേമം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ യോഗക്ഷേമം എന്നുള്ള വാക്ക് ഇതിൽ നിന്നുണ്ടാക്കിയെടുത്താണ്. അവിടെയും ഇതന്നെയാണ്, ഇല്ലാത്തത് ഉണ്ടാക്കുകയും ഉള്ളതിനെ നശിപ്പിക്കാതിരിക്കുകയും. ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് യോഗക്ഷേമം എന്നുള്ള വാക്ക് ഈ ഉപനിഷത്തിൽ നിന്ന് പിന്നീട് സ്വീകരിക്കാൻ കാരണം എന്ന് തോന്നുന്നു. ക്ഷേമ ഇത് വാചി, യോഗക്ഷേമ ഇത് പ്രാണാപാനയോഗം, കർമ്മേതി ഹസ്തയോഗം. കൈകൾ എന്താ കർമ്മം ചെയ്യാനുള്ളതാണ്. പ്രാണനെ നിലനിർത്താൻ അപാനന് സാധിക്കും. ഇത് രണ്ടും ഉപാസനയിൽ സ്വീകരിക്കണം. അതുകൊണ്ടാണ് വാക്കിൽ ക്ഷേമത്തെയും നമുക്ക് ഉപാസിക്കാൻ കഴിയണം. ഇങ്ങനെ ശരീരപ്രവർത്തനങ്ങളും എല്ലാം ബ്രഹ്മം തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഈ പ്രകൃതി മുഴുവനും ബ്രഹ്മാവസ്ഥയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് ബ്രഹ്മത്തെ ബ്രഹ്മമായി ഉപാസിച്ച് സാക്ഷാത്കരിച്ചാൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. അതിന് തപസ്സാണ് ആവശ്യം. അതിന് കർമ്മങ്ങൾ ചെയ്യാൻ കയ്യുകൾ സത്കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. കർമ്മ ഇത് ഹസ്തയോ, ഗതിരിതി പാതയോ. പാദങ്ങൾ ഗതിയാണ്, സഞ്ചാരത്തിനുള്ള, ഒരു ദിക്കിൽ നിന്ന് മറ്റു ദിക്കിലേക്ക് പോകാനുള്ളത്. വിമുക്തിരിതി പായു, പായുവിന്റെ ലക്ഷ്യം മോചിപ്പിക്കലാണ്, മലമൂത്രങ്ങളെ പുറത്തേക്ക് വിടലാണ്
ഈ പായുവിൻ്റെയും ഉപസ്ഥത്തിൻ്റെയും ലക്ഷ്യം. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതാതിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുണ്ട്. അത് കൈവരിക്കാൻ സാധിച്ചാൽ അതിൽ കൂടി ഉപാസനയിലെത്തണം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ അടക്കി അത് ഉപാസനയാക്കി മാറ്റണം എന്ന് ഈ ഭൃഗുവിനെ അദ്ദേഹത്തിന്റെ ഗുരുവായ വരുണൻ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ വല്ലിക്ക് ഭൃഗുവല്ലി എന്ന് പേര് കൊടുത്തത്. ഇത് ഒറ്റ ചെറിയ വിഷയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അന്നമാഹാത്മ്യത്തെ വീണ്ടും പ്രകീർത്തിച്ചുകൊണ്ട് ഈ ഉപനിഷത്ത് അവിടെ ഉപസംഹരിക്കുകയാണ്. അങ്ങനെ തൈത്തിരി ഉപനിഷത്ത് നമ്മളവിടെ ഉപസംഹരിച്ചു. വിഷയങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞു മാത്രമേ ഉള്ളൂ. 3 അധ്യായത്തിലുള്ള വാസ്തവം ഇത് ഈ 3 വല്ലികളും ഇന്നത്തെ കുട്ടികളിൽ ശരിക്ക് പഠിപ്പിക്കാൻ പറ്റിയ വിഷയങ്ങളാണ്. ഒന്ന്, ആദ്യം പറഞ്ഞത് ശിക്ഷയാണ്. എങ്ങനെയാണ് അക്ഷരങ്ങൾ, വാക്ക് ഇതൊക്കെ ഉച്ചരിക്കുക, ഇതൊക്കെ മാത്രമാണ്. രണ്ടാമത് ബ്രഹ്മാനന്ദം എങ്ങനെ അനുഭവിക്കണം. മൂന്നാമത് അതിന് തപസ്സാണ് ആവശ്യം. ഇന്ന് തപസ്സില്ലാത്തതാണ് ഇന്നത് ഏറ്റവും വലിയ. ഒരാൾക്കും തപസ്സില്ല. തപസ് എന്ന് വെച്ചാൽ ചിന്ത എന്നാണ്. ബാക്കിയെല്ലാം നമ്മുടെ വിചാരം തപസ് എന്ന് വെച്ചാൽ ഇതെല്ലാം ശിരോമുണ്ടനം ചെയ്ത് കഷായം ധരിച്ച് കാട്ടിൽ കൂടി നടന്നാൽ ആയി. അതതിന് ബാഹ്യലക്ഷണം. വേണ്ടത് ബ്രഹ്മത്തെക്കുറിച്ച് ഇങ്ങനെ നിരന്തരമായും വിചാരണ ചെയ്ത് ചിന്തിച്ച് ലക്ഷ്യത്തിലെത്തണം. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു തലമുറ ഇത് കുറവായി വരുന്നു. അതാണ് ഇന്നത്തെ കുട്ടികളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. പിന്നെ അന്നത്തെ നിന്ദിക്കാതിരിക്കാനും കുട്ടികളെ പ്രത്യേകം പഠിപ്പിക്കണം. എന്തുകൊണ്ടും നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും സുന്ദരമായ ഉപനിഷത്താണ് തൈത്തിരീയം. ആ വിഷയങ്ങൾ അറിഞ്ഞ് നമുക്കൊരിക്കലും അത് പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അനൗപചാരികമായി നമ്മുടെ കുട്ടികളെ വീടുകളിൽ പണ്ട് പറ്റുമായിരുന്നു. അത് പറ്റാത്തത് ചെറിയ ചെറിയ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങി ക്ഷേത്രങ്ങളോടോ ഇല്ലങ്ങളോടോ മറ്റേതെങ്കിലും ഗൃഹങ്ങളോടോ ചേർന്ന് 10 പേരെങ്കിൽ 10 പേര്, അത്രയും പേർക്ക് ഇതിന് അവബോധം ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ കൃതകൃത്യരായി. നമ്മുടെ പൂർവികരായ ഗുരുക്കന്മാരായ ഋഷിമാർ നമ്മെ പഠിപ്പിച്ചത് സഫലീകരിക്കുന്ന അപ്പോഴാണ്. ഇതിൻ്റെ അവസരം നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ ഇന്നത്തെ അക്രമാസക്തിയുടെ വാസനയിൽ നിറഞ്ഞു നിൽക്കുന്ന യുവതലമുറകളെ സദ്വാസനയിലേക്ക് തിരിച്ചുവിടാൻ ഒരു വിഷമം ഉണ്ടാവില്ല. അതില്ലാതെ പോയതാണ് ഇന്നത്തെ അസദ്വാസനകളിൽ കൂടി, ദുർവാസനകളിൽ കൂടി കറങ്ങി തിരിഞ്ഞ് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു തലമുറയെ ചുറ്റും എല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോൾ ഭയമാണ്. കുട്ടികളാണ് എല്ലാം കാരണം. ഇത് ഒന്ന് മാറ്റിയെടുക്കാൻ ഈ ഉപനിഷത്ത് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവിടെ ഉപസംഹരിക്കുന്നു. നമുക്ക് ഛാന്തോഗ്യ ഉപനിഷത്തിലേക്ക് പ്രവേശിക്കാം. എന്തെങ്കിലും സംശയം ഇത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഛാന്തോഗ്യത്തിലേക്ക് കിടക്കാം. ജയശങ്കര, നമസ്തേ. ചേട്ടാ, ഇവിടെ അന്നം എന്ന് പറയുമ്പം ചേട്ടൻ പറഞ്ഞില്ല, ആഹാരം, ചോറ് കറി എന്ന് മാത്രമല്ല, ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മുടെ അകത്തേക്ക് ചെല്ലുന്നത് എല്ലാം അന്നം എന്നുള്ള സങ്കല്പമാണോ? എന്തോ അതുകൊണ്ടാണ് അന്നത്തെ രക്ഷിക്കണമെന്ന്. എല്ലാം ഇന്ദ്രിയങ്ങളിൽ കൂടി അകത്തേക്ക് നമ്മൾ സ്വീകരിക്കുന്നതൊക്കെ അന്നങ്ങളാണ്. അതുപോലെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് തപസ് എന്ന് പറഞ്ഞല്ലോ. അതാണ് തപസ്സിന്റെ തുടക്കം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ കാലഘട്ടത്തില് ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് ആണല്ലോ ഇന്ന് കാണുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ആഹാരം, അന്നം വിളമ്പി വെച്ച് കഴിഞ്ഞപ്പം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹർക്ക് ജപിച്ച് അതിനെ ഒരിക്കലും നിന്ദിക്കാറില്ല, ബഹുമാനത്തോടെ ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട ആഹാരം മുമ്പിൽ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയത്തിനെയും ഒക്കെ അടക്കി അത് ജപിച്ചതിന് ശേഷം പുരുഷോത്തമ യോഗമൊക്കെ ചൊല്ലിയിട്ടൊക്കെ ആഹാരം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നല്ലോ. അതിനുവേണ്ടി അതൊക്കെ വെച്ചത്. അത്രയും നേരം നമ്മൾ അതിന്റെ മുമ്പിൽ ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്കൊരു പാഠം, ഒരു ശീലം കൂടെ ആകുമായിരുന്നു. ശരിക്കും തൈത്തിരീയോപനിഷത്ത് ഞാൻ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഞാനൊരു മൃഡാനന്ദ സ്വാമികളുടെ തൈത്തിരീയോപനിഷത്തിന്റെ പുസ്തകം വാങ്ങിച്ചു.
പക്ഷേ ആകെ അത്ര എളുപ്പമല്ലത് മനസ്സിലാക്കാൻ. അത് ഓരോന്നും ഒരാൾ പറഞ്ഞു തന്നെങ്കിൽ കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. ശരിയാണ്. ഇപ്പൊ എനിക്കൊരു സംശയം വന്നു. ഇതോ? ഇപ്പൊ ഒരു സംശയം, ഉഷയപ്പോൾ ചോദ്യം ചോദിച്ചതിൽ നിന്നൊരു സംശയം വന്നു. കാരണം ഉഷയപ്പോൾ ഇപ്പൊ ചോദിച്ചു, എല്ലാം പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി എല്ലാം ലഭിക്കുന്നത് എല്ലാം അന്നമാണോ എന്ന് ചോദിച്ചപ്പോ സാറ് ആണെന്നും പറഞ്ഞു. ഇപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്കൊരു സംശയം, ഈ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നില്ല, അന്നാത് ഭവന്തു ഭൂതാനി പർജന്യാത് അന്നസംഭവ എന്ന് പറയുന്നു. അപ്പോ പർജന്യാത് അന്നസംഭവ എന്ന് പറയുന്നത് മറ്റേ പഞ്ചേന്ദ്രിയങ്ങളിൽ പറ്റുന്നുണ്ടോ, അതോ നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ, ഭക്ഷണമായിട്ട് കഴിക്കുന്നത് മാത്രമേ അന്നം എന്നുള്ള സങ്കല്പത്തിൽ വരുമോ എന്നൊരു സംശയം വരുന്നു എനിക്ക്. പർജന്യനിൽ നിന്നും അന്നം ഉണ്ടാവും, അതിൽ നിന്നേ ഉണ്ടാകാവുന്നില്ല. അതിൽ നിന്നും അന്നം ഉണ്ടാകും. അതാണ് നമുക്കിപ്പോൾ പ്രത്യക്ഷമായിട്ട് കണ്ടത്, നമ്മൾ സ്വീകരിക്കുന്നത്. ബാക്കി ഋഷിമാരൊക്കെ എന്താ പ്രാണനെ കൊണ്ട് മാത്രം 6 മാസം വരെ ജീവിച്ചിരിക്കാറുണ്ട്. മൂക്കിൽ കൂടി ശ്വസിക്കുന്ന പ്രാണൻ, അത് അന്നമായത് കൊണ്ടാണ്. അല്ലെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഋഷിമാരുണ്ട്. വെള്ളം മാത്രം എന്താ കുടിച്ച് ജീവിക്കുന്നവരുണ്ട്. അതുപോലെ മനസ്സുകൊണ്ട് എന്താണ് നല്ല ചിന്തകൾ മാത്രം ഉറച്ചു നിന്ന് ജീവിക്കുന്ന ഋഷിമാരുണ്ട്. അതിന്റെ കഥ ഒത്തിരിയുണ്ട്. ഇതിഹാസ പുരാണമൊക്കെ അതിന്റെ കഥയാണ്. ഈ ഹിരണ്യകശിപു തപസ് ചെയ്ത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ പ്രാണൻ എല്ലുകൾക്കകത്ത് ഒളിഞ്ഞിരിക്കുകയായിരുന്നു, ഒന്നും കാണാനില്ല. ബ്രഹ്മാവ് വരം കൊടുക്കാൻ വന്ന് നോക്കുമ്പോൾ ആളില്ല. ആർക്കാ വരം കൊടുക്കേണ്ട ആളിനെ കാണാനില്ല. ഇവിടെ എല്ലാം തപ്പിയിട്ട് എന്താണ് ഹിരണ്യകശിപുവിനെ കാണാനില്ല. അവസാനം ഒരു അസ്ഥികൂടം മാത്രം നിൽപ്പുണ്ട്. അതിലൊന്ന് കൊട്ടിയപ്പോൾ ഒരനക്കം കിട്ടും. ആ അസ്ഥികൂടത്തിന്റെ അസ്ഥികൾക്കകത്ത് ഇദ്ദേഹത്തിന്റെ പ്രാണൻ ഒളിച്ചു വെച്ചു തപസ് ചെയ്യാൻ. ഇത്ര കഴിവുകളാണ് ഹിരണ്യകശിപു. അങ്ങനെ തപസ് ചെയ്തു. അവസാനം ബ്രഹ്മാവിന് മനസ്സിലായിട്ട് കമണ്ഡലൂരിൽ തുള്ളി ഒരു കൈ വെള്ളം എടുത്ത് ഇതിലേക്ക് തളിച്ചപ്പോൾ അത് ഫലീവായി. ഇങ്ങനെ എത്ര കഥകളുണ്ട് ഈ അന്നം കൊണ്ട് മാത്രം. അതുകൊണ്ടാണ് നമ്മൾ ചേട്ടാ ധ്രുവന്റെ കഥ 5-ാം മാസം വായു മാത്രം ഭക്ഷിച്ചു ഭക്ഷിച്ചോണെന്നല്ലേ, പാർവതിയുടെ തപസ് അങ്ങനെയല്ലേ. ഇങ്ങനെ എത്രയോ കഥകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല എന്ന് പറയാൻ കാരണമില്ല. ഈ പ്രത്യാഹാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലേ, അടക്കല. പ്രത്യാഹാര ആഹാരങ്ങളെ ഉള്ളിലേക്ക് യാതൊരു ബന്ധമില്ല. അല്ല, ഇന്ദ്രിയങ്ങളിൽ നിന്നും കിട്ടണ ഇതിന്റെ ഇന്ദ്രിയങ്ങളെ അടക്കുകയാണല്ലോ. അതവിടെ അതിൽ ആഹാരം മാത്രമല്ല, അവിടെ ആഹരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചെടുക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോയി ഉറച്ചതിനെ അവിടെ നിന്ന് തിരിച്ചു പിടിക്കാൻ, അതാണ് പ്രത്യാഹരിക്കാൻ. നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയത്തെ ആഹരിച്ചല്ലോ, അതിൽ നിന്നും പ്രത്യാഹാരം തിരിച്ചു പിടിക്കാം. അതിൽ നിന്നും ഇതിനെ എന്ത് ചെയ്യണം, തിരിച്ചു പിടിച്ചുകൊള്ളണം. അതിന്റെ പേരാണ് പ്രത്യാഹാരം. പശുവിന്റെ പരിപാടിയാ അല്ലെ, പശു ചെയ്യുന്ന ആയുധമാണ് ചേട്ടാ. പ്രത്യാഹാരം എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ തിരിച്ചെടുക്കുക. ആഹാരം എന്ന് വെച്ചാൽ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ആഹാരത്തെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുക. ആഹാരത്തിൽ നിന്നും ഇന്ദ്രിയത്തെ തിരിച്ചെടുക്കുമ്പോൾ പ്രതി ആഹരിക്കലാണ് പ്രത്യാഹാരം. എങ്കിൽ നമുക്ക് അടുത്ത ഉപനിഷത്തിലേക്ക് പ്രവേശിക്കാം. ആയിക്കോട്ടെ ചേട്ടാ. ശരി, അടുത്ത ഛാന്തോഗ്യ ഉപനിഷത്ത് എന്നാണ്. അത് താരതമ്യേന ഇതുവരെ പഠിച്ച എല്ലാ ഉപനിഷത്തിന്റെ അത്രയും വരും ഒരു ഉപനിഷത്ത്. ഈശകേന കഠപ്രശ്ന മുണ്ട മാണ്ഡൂക്യ ഐതിരി തൈത്തിരി 8 ഉപനിഷത്തിൽ കൂടി ചേർന്ന് എത്ര വലിപ്പം വരുമോ അത്രയും വലിപ്പമുണ്ട് ഛാന്തോഗ്യത്തിൽ. ഞാൻ ഇതിനും വെള്ളത്തിൽ ഛാന്തോഗ്യ ഉപനിഷത്ത് ക്ലാസ് എടുത്തിട്ട് അത് വിസ്തരിച്ച 4.5 വർഷം എടുക്കേണ്ടത്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് മുഴുവൻ വിഷയം അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പോയിട്ടാണ്. ഇതിപ്പോ നമ്മൾ ഈ ചുരുക്കി ഒന്ന് പറയാം ആദ്യം എന്താണ് എന്നുള്ള വിഷയത്തെ കുറിച്ച് പറഞ്ഞു പോകുന്നത് ഇതിൻ്റെ അകത്തെ പോലെ തന്നെ. അപ്പൊ ഇത്തിരി ഗഹനമാണ്, ഇത്തിരി വലുതുമാണ്. ഇത് രണ്ടും ഈ ഉപനിഷത്തിന്റെ ഗുണവുമാണ് ദോഷവുമാണ്. പക്ഷെ ഞാൻ നിങ്ങൾ അറിയാതെ ഇത് വളരെ ചുരുക്കി എന്താണ് ഇന്നത്തെ വിഷയം എന്ന് മാത്രം ഇപ്പൊ തൽക്കാലം പോയിട്ടുണ്ട്. ഇപ്പൊ ഛാന്തോഗ്യം എന്ന് കേട്ടാൽ തിരിച്ചറിയാം. ഛന്ദസ് എന്ന വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഛന്ദസ്
വേദം എന്നുള്ളതിന് ഛന്ദഫ് എന്ന് പറയും. പിന്നെ വൃത്തം എന്നുള്ളതിന് ഛന്ദഫ് എന്ന് പറയും. ഗായത്രി, ഉഷ്ണിക, ത്രിഷ്ടുപ്പ്, അനുഷ്ടുപ്പ് ഇതൊക്കെ എന്താണ് ഛന്ദഫുകൾ. അതിനെയും ഛന്ദഫ് എന്ന് പറയും. ഇഷ്ടം എന്നുള്ള വാക്കത്തിൽ അതാണ് എൻ്റെ ഛന്ദഹ. ഛന്ദ ഇഷ്ടം. ഇങ്ങനെ ഒത്തിരി അർത്ഥങ്ങൾ ഈ വാക്കിനുണ്ടെങ്കിലും ഇത് വേദം എന്നുള്ള അർത്ഥത്തിൽ രൂഢമാണ്, ഉറച്ചുപോയി. ഇപ്പം വാക്കുകൾ അങ്ങനെയാണ്, ചിലത് രൂഢമാണ്. പങ്കജം എന്നൊരു വാക്കുണ്ട്. പങ്കത്തിൽ ജനിക്കുന്നതൊക്കെ പങ്കജം. പങ്കം എന്ന് വെച്ചാൽ അർത്ഥം ചെളി. ചെളിയിലുണ്ടാകുന്ന എല്ലാം പങ്കജമാണ്. ആമ്പല്, താമര, പായല്, ഇതിനെല്ലാം പങ്കജം എന്ന് വിളിക്കാം. പക്ഷെ അത് താമരയെ മാത്രമേ വിളിക്കൂ. താമരയിൽ അത് രൂഢമായി. പങ്കജം കേട്ടത് നമുക്ക് താമര എന്നറിയൂ, അല്ലാതെ നമുക്ക് പായലെന്ന അർത്ഥം കിട്ടില്ല. ഇതേപോലെ ഈ ഛന്ദഫ് എന്ന വാക്ക് വേദാർത്ഥത്തിൽ രൂഢമായി തീർന്നു. ഛന്ദഫിനെ ഗാനം ചെയ്യുന്നവർ ഛന്ദോകന്മാർ എന്ന് വിളിക്കും. ഗാനം ചെയ്യുന്ന അർത്ഥം പാടുക, ഉദ്ഗാതാക്കൾ അങ്ങനെയുള്ളവരാണ്, പാടുന്നവരാണ്. ഛന്ദഫിനെ ഗാനം ചെയ്യുന്നവർ ഛന്ദോകന്മാർ. വേദങ്ങൾ പാടുന്നവർ എന്നർത്ഥം ഛന്ദോകന്മാർ. ഛന്ദോകന്മാരെ സംബന്ധിക്കുന്നതാണ് ഛാന്തോഗ്യം. അപ്പൊ സാമവേദത്തിൽ അല്ലെങ്കിൽ വേദത്തിൽ ഉദ്ഗാതാക്കൾ വേദത്തെ ഉറക്ക ചൊല്ലുമ്പോൾ കിട്ടുന്നതിന്റെ പേരാണ് ഛാന്തോഗ്യം എന്ന്. വാക്കിന്റെ അർത്ഥം ആദ്യം പറഞ്ഞുള്ളൂ. ഛന്ദഫ്, ഛന്ദോകൻ, ഛാന്തോഗ്യം. അങ്ങനെയാണ് ആ വാക്കിന്റെ അർത്ഥത്തിലേക്ക് വരുന്നത്. ഛന്ദഫിനെ ഗാനം ചെയ്യുന്നത് ഛന്ദോകം, ഛന്ദോകന്മാരെ സംബന്ധിക്കുന്ന ഉപനിഷത്ത് ഛാന്തോഗ്യം. 4 വേദങ്ങൾക്കും ഛന്ദഫ് എന്ന് പറയാമെങ്കിലും സാമവേദത്തെയാണ് ഉറക്കപ്പാടുന്ന ഛന്ദഫ് എന്ന് പറയുന്നത്. ഉദ്ഗാതാക്കൾ പാടുന്ന സാമവേദത്തെയാണ് അധികവും. അതുകൊണ്ട് ഭഗവാൻ തന്നെ പറയാറുണ്ട്, വേദങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ സാമവേദമാണ് എന്നൊക്കെ എന്താണ് ഒരു അധ്യായത്തിൽ ഗീതയിൽ വിഭൂതി യോഗത്തിൽ ഭഗവാൻ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഛന്ദഫ് എന്ന് വെച്ചാൽ സാമം എന്നാണ് അർത്ഥം വരിക. അതുകൊണ്ട് സാമവേദത്തെ സംബന്ധിക്കുന്ന ഒരു ഉപനിഷത്താണ് എന്ന് ഇത് സ്പഷ്ടമായി. അതുകൊണ്ടാണ് ഛന്ദോകന്മാരെ സംബന്ധിക്കുന്ന ഉപനിഷത്ത് ഛാന്തോഗ്യത്തെ. ഇത് 8 അധ്യായങ്ങളിലായിട്ട് 638 മന്ത്രങ്ങൾ, ഏറ്റവും അധികം മന്ത്രമുള്ളത്. ഇതുവരെ നമ്മൾ 30, 40, 50 പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് 638 മന്ത്രങ്ങളാണ്. 8 അധ്യായങ്ങളായിട്ട് അതിനെ തിരിച്ചിരിക്കാം. ഗദ്യമാണ് അധികവും ഈ ഉപനിഷത്ത്. മറ്റൊരു വലിയ 100-ൽ പരം വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നു. 100ഓളം വിഷയങ്ങൾ. അതെല്ലാം ചെറിയ കഥകളിൽ കൂടിയാണ്. ഏറ്റവും അധികം കഥ പറയുന്ന ഉപനിഷത്താണ് ഛന്ദം. ഓരോന്നും ഓരോ കഥയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മെ ബോധ്യപ്പെടുന്നത്. പല ഉപനിഷത്തും ഇതുവരെ പഠിച്ച പല ഉപനിഷത്തിലെ ആശയങ്ങൾ ഇതിനകത്ത് ആവർത്തിച്ചേർക്ക് നമുക്ക് കണ്ടുവന്ന് വരാം. അടുത്തു വരുന്ന ബൃഹദാരണ്യത്തിലും ഇതിന്റെ ആവർത്തനം നമുക്ക് കണ്ടുവന്ന് വരാം. ഒരു വിഷയം പലതരത്തിൽ അവതരിപ്പിക്കലാണല്ലോ ഋഷിമാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒറ്റ ലക്ഷ്യമുള്ളൂ, ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഇത് അവതരിപ്പിക്കലാണ്. സത്യമായിട്ടുള്ളത് ബ്രഹ്മമാണ്, ജഗത്ത് മിഥ്യയാണ് എന്ന് പറയാൻ വേണ്ടി എത്ര വഴികൾ സ്വീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ സാമവേദ വിഷയമായ ഒരു ഉപാസനയോട് കൂടിയാണ് ഈ മന്ത്രം ആരംഭിക്കുന്നത്. വേദങ്ങളുടെ കൂട്ടത്തിൽ സാമവേദം ആനന്ദദായകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഋഗ്വേദം ജ്ഞാനപ്രധാനമാണ്, യജുർവേദം കർമ്മപ്രധാനമാണ്, സാമം ആനന്ദദായകമാണ്, അഥർവം പരിരക്ഷയാണ്. അതുകൊണ്ട് ഉപാസന വഴിയിൽ കൂടി പോകുന്ന ഒരു ഉപനിഷത്ത്, കർമ്മമാർഗത്തെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉപനിഷത്ത്. അത്ഭുതമാണ്. ഉപനിഷത്ത് ജ്ഞാനകാണ്ഡമാണ്. അതിൻ്റെ അകത്ത് കർമ്മങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഉപാസന എന്ന കർമ്മത്തെക്കുറിച്ചാണ് പറയാം. കാരണം ഒരു മനുഷ്യന് കർമ്മം ചെയ്യാതെ ജീവിക്കാനേ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് കർമ്മങ്ങൾ എങ്ങനെ ചെയ്തുകൊണ്ട് വേണം ബ്രഹ്മത്തിലേക്ക്? ഇത് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉപാസന വഴി കൂടി ഇത് പോയിട്ടുണ്ട്. ഇനിയും ഇതിനകത്ത് ശാന്തി പാഠവും കൂടി നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം തോന്നുന്നു.
ഓം അപ്യായന്തു മമാങ്കാനി വാക് പ്രാണശ്ചക്ഷുശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യം മാമാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണം മേസ്തു തദാത്മനി നിരതേ യ ഉപനിഷത്സു ധർമാസ്തേ മൈഫന്തു തേ മൈ. ഈ മുമ്പ് ഇത് പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, നേരത്തെ വന്ന അല്ലാതെ എനിക്ക് തോന്നുന്നു. അപ്യായന്തു മമ അംഗാനി, എന്റെ അംഗങ്ങളെ പുഷ്ടങ്ങളാകട്ടെ. അപ്യായന്തു പുഷ്ടിപ്പെടുത്തുക. എന്റെ അംഗങ്ങൾ പരിപുഷ്ടങ്ങളാകട്ടെ. അപ്യായന്തു മമ അംഗാനി, എന്തൊക്കെയാണ് എന്റെ അംഗങ്ങൾ? വാക്ക്, പ്രാണഹ, ചക്ഷുഹു, ശ്രോത്രം, അഥ ബലം, ഇന്ദ്രിയാണി ച സർവാണി. കുറെ എണ്ണം എടുത്ത് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം എന്റെ എല്ലാ അവയവങ്ങളും. വാക്ക് എന്റെ ഒരു അവയവമാണ്. കാരണം എന്താണ്? നാക്ക് കൊണ്ടാണ് വാക്കിനെ ഉച്ചരിക്കുന്നത്. നാക്കില്ലെങ്കിൽ വാക്ക് ഉച്ചരിക്കാൻ പറ്റില്ല. അതെന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവമാണ്. അതേപോലെയാണ് പ്രാണൻ, അതേപോലെയാണ് ചക്ഷുഷ്, ഒരു ഇന്ദ്രിയം, അതുപോലെയാണ് ശ്രോത്രം, അതുപോലെയാണ് ബലം. ഈ പ്രാണനും ചക്ഷുഷിനും ശ്രോത്രത്തിനും ഇന്ദ്രിയത്തിനും ഒക്കെ ബലം കൊടുക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലം കൊടുക്കുന്ന ആ ശക്തിയാണ്. ആ ശക്തി പരിപുഷ്ടമായി തീരട്ടെ. സുന്ദരമായ പ്രാർത്ഥനയോടെ ആരംഭിക്കും. എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനും ഒക്കെ എന്താവണം? ശക്തമാവണം. എന്നാലേ എനിക്ക് അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകാൻ പറ്റും. ഇന്ദ്രിയങ്ങൾ ബലഹീനമായാൽ, മനസ്സു ബലഹീനമായാൽ, അതുപോലെ ഇന്ദ്രിയങ്ങളും വാക്കും പ്രാണനും ബലഹീനമായാൽ എനിക്ക് അധ്യാത്മമാർഗത്തിലൂടെ മുന്നേറാൻ പറ്റില്ല. ഞാൻ തളർന്നു പോകും. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറുന്നു. അതുകൊണ്ട് അധ്യാത്മചര്യയിലേക്ക് കടക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ ഈ പ്രാപഞ്ചിക ലോക ലൗകികമായ ലോക ജീവിതത്തിൽ എന്താണ് ആദ്യം വേണ്ടത്? ബലം ഉണ്ടാക്കണം. ഇന്ന് നഷ്ടപ്പെട്ടതും ഈ ബലമാണ്. ആർക്കും ഇന്ന് ബലമില്ല. കൊച്ചു കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ദുർബലന്മാരാണ്. എവിടെയാ ബലം പോകുന്ന? ഒന്നിനും ബലമില്ല. ആദ്യം മനസ്സിനില്ല, ബുദ്ധിക്കില്ല, ശരീരത്തിനില്ല, ഇന്ദ്രിയങ്ങൾക്ക് ഒട്ടുമേയില്ല. അതുകൊണ്ട് ഒന്നും താങ്ങാൻ പറ്റില്ല. ചെറിയ ചെറിയ വിഷമതകൾ പോലും താങ്ങാൻ ഉള്ള കരുത്ത് മനസ്സിനില്ല, ബുദ്ധിക്കുമില്ല. ഇതേപോലെ ഗഹനമായ വിഷയങ്ങൾ കൊടുത്താൽ താങ്ങാനുള്ള ബലം ബുദ്ധിക്കില്ല. ശരീരത്തിന് ഭക്ഷണത്തെ സ്വീകരിച്ച് ബലത്തെ അതിനെ ബലിഷ്ഠമാക്കാനുള്ള കഴിവ് ശരീരത്തിന് നഷ്ടപ്പെട്ടു. പണ്ടത്തെ പോലെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം എന്താണ്? ആ ഭക്ഷണം ദഹിച്ച് ബലമാക്കാൻ പറ്റില്ല. എല്ലാ തരത്തിലും ബലം കുറഞ്ഞു വരിക. ദുർബലന്മാരെ കൊണ്ട് നിറയുകയാണ് ഭാരതം. ബലിഷ്ഠന്മാരുടെ നാടായിരുന്നു ഭാരതം. ആരോടും നമുക്ക് ഒന്ന് കടുപ്പിച്ച് പറയാൻ, ഒന്ന് വഴക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ആത്മഹത്യ ചെയ്യും. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ശിഷ്യന്മാരായാലും. കാരണം അവർക്ക് സഹിക്കാൻ പറ്റില്ല, ബലമില്ല. ഈ ഉപനിഷത്ത് ആദ്യം പ്രാർത്ഥിക്കുന്നത് ഈ ബലം എൻ്റെ എല്ലാ അവയവങ്ങൾക്കും ഉണ്ടായി പുഷ്ടി പ്രാപിക്കട്ടെ. അപ്യായം എല്ലാ ദിവസവും എല്ലാവരും ഉറക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു മന്ത്രമാണ്. അപ്യായന്ത് മമാങ്കാനി വാക് പ്രാണശ്ചക്ഷു ശ്രോത്രമഥോ ബലം ഇന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഔപനിഷദം. ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നതൊക്കെ ബ്രഹ്മമാണ്. ഔപനിഷദം, ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നത് ഒക്കെ ബ്രഹ്മം തന്നെയാണ്. സർവം ബ്രഹ്മ ഔപനിഷദം മാ അഹം ബ്രഹ്മ നിരാകുര്യ. ഞാൻ ഒരിക്കലും ബ്രഹ്മത്തെ നിരാകരിക്കില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ഉള്ളിൽ ആത്മശക്തി പകർന്നു തരുന്ന ഒരു ബ്രഹ്മശക്തിയുണ്ട്, അതിനെ ഞാൻ നിരാകരിക്കില്ല. മാഹം ബ്രഹ്മ നിരാകുര്യം മാമാ ബ്രഹ്മ നിരാകരോ. ബ്രഹ്മത്തെ ഒരിക്കലും നിരാകരിക്കരുത്. അനിരാകരണം അസ്തു. നിരാകരിക്കാനാവാത്ത അവസ്ഥ എനിക്കുണ്ടാവട്ടെ.
അനിരാകരണം മേസ്തു, ഈ അനിരാകരണം എനിക്കുണ്ടാവട്ടെ. ഒരിക്കലും ഈശ്വരയുടെ ബ്രഹ്മത്തെ തള്ളിപ്പറയുന്ന അവസ്ഥ എനിക്കുണ്ടാവരുത്. ഉണ്ടാകാം എന്ന് കണ്ടിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, ഇന്നത്തെ കുട്ടികളിലേക്ക് ചെല്ലൂ. ഈ ബ്രഹ്മത്തെ, ഈശ്വരനെ എന്ത് ചെയ്യാണ്? തള്ളിപ്പറയുന്ന ഒരു വിഭാഗം വളർന്നു വളർന്നു വരികയാണ്. അപ്പോഴാണ് അനിരാകരണം മേ അസ്തു, ഇതിനെ നിരാകരിക്കുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ. തത് ആത്മനി നിരതേയ ഉപനിഷത്സു, അതുകൊണ്ട് ആത്മനി നിരതേ, ആത്മാവിൽ തൽപരനായിരിക്കുന്ന എന്നിൽ, ആത്മാവിൽ നിരതനായിരിക്കുന്ന എന്നിൽ, ഉപനിഷത്സു, ഉപനിഷത്തുകൾ യാതൊരു ധർമ്മങ്ങളാണോ ഉള്ളത് അത് മൈ ഫന്തു, എന്നിലേക്ക് വരട്ടെ. തേ മൈ ഫന്തു, അത് എന്നിലേക്ക് വരട്ടെ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ബ്രഹ്മമാണ്, സത്യമാണ്. ആ ബ്രഹ്മമാണ് ലോകത്തിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി, അത്ര. അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപകമായ ഒരു ശക്തിയെ ആർക്കെങ്കിലും നിരാകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഉണ്ടായേക്കാം. അവരോട് പറയുകയാണ് നിരാകരിക്കരുത്. നിരാകരിക്കാൻ പറ്റുന്നതല്ല എന്ന് വാക്കിൽ കൂടി പറയാവുന്നേ പറ്റുള്ളൂ. അനുഭവത്തിൽ നിരാകരിക്കാൻ പറ്റില്ല. വാക്കിൽ പറയും അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതില്ല, ഇതില്ല, ഇതില്ല. പക്ഷെ ഇതൊക്കെ ഒരു ഭയം അനുഭവിക്കും. അതുകൊണ്ട് നിരാകരിക്കുക. എന്നാൽ അജ്ഞാനം കൊണ്ട് ചിലപ്പോൾ നാം ദൂരീകരിച്ചേക്കാം. അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ എന്താണ് ഈശ്വരനില്ല, ബ്രഹ്മമില്ല, ശിവനില്ല, വിഷ്ണുവില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ കള്ളത്തരമാണ്, കളിപ്പീരാണ്, ഭാഗവതം വേണ്ട, ഗീത വേണ്ട, ഇതൊക്കെ പറയുമ്പോൾ വാക്കിൽ കൂടി മാത്രം, അജ്ഞാനം കൊണ്ട് മാത്രം. അപ്പോൾ ബ്രഹ്മം എന്ന ആ ശക്തി നമ്മെ നിരാകരിക്കും. നമ്മൾ ബ്രഹ്മത്തെ നിരാകരിച്ചാൽ ആ ബ്രഹ്മം എന്ന ശക്തി നമ്മളെ നിരാകരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുറകോട്ട്. നമുക്ക് അങ്ങോട്ടെത്താൻ പറ്റാതെ കണ്ട. അങ്ങനെ നിരാകരിക്കുകയാണെന്ന് തോന്നിയിട്ടാണ് ഇന്നത്തെ കുട്ടികൾ അങ്ങോട്ട് അടുക്കാതിരിക്കുന്നത്. അവർ ഭയം മാറി നിൽക്കുമ്പോൾ അവർക്ക് തോന്നുന്നു എന്നെ മാറ്റി നിർത്തുകയാണെന്ന്. ആരും മാറ്റി നിർത്തിയിട്ടില്ല, അവർക്ക് തന്നെത്താൻ തോന്നുകയാണ്. ഇത്ര ഭംഗിയായിട്ടാണ് ഈ ഉപനിഷത്തിന് ശാന്തി പാഠത്തിൽ എത്രയോ ആയിരം വർഷം മുമ്പ് എഴുതിയ ഉപനിഷത്ത് ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ ഇടയിലേക്ക് കടന്ന് ചിന്തിക്കാനുള്ള ഋഷിമാരുടെ തപശ്ചര്യയാണ്. അവിടെയാണ് തപസ്സിനെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ നിരാകരിക്കാൻ പറ്റില്ല. ഇതാണ് ഗുരുശിഷ്യന്മാരുടെ പ്രാർത്ഥന. നോക്കൂ, ഈ ശാന്തി പാഠമാണിത്. ചാന്തോഗ്യം പഠിക്കാൻ പുറപ്പെടുമ്പോൾ ഗുരുവും ശിഷ്യനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇതാണ്. ഇങ്ങനത്തെ ഗുരുവിനെ ഇന്ന് കിട്ടാനില്ല, ശിഷ്യന്മാരില്ല. അതിന് ദേഹം വേണം, ഇന്ദ്രിയം വേണം, പ്രാണൻ വേണം, അതെല്ലാം ശക്തമാകണം. അതിൻ്റെ പരിപുഷ്ടിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് സാധകൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഫലം, ആത്മോപദേശം എന്ന ഫലം, അതിൽ സമ്പൂർണമായിട്ടും പ്രകാശിക്കുന്നതാണ്. അതിൻ്റെ പ്രതിബന്ധങ്ങളൊക്കെ നീക്കി ഉപനിഷത്ത് പഠനം വിജയകരമായി തീരട്ടെ. ഓം ശാന്തി 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 എന്ന് ശാന്തി പാഠത്തോടെ ഈ ഉപനിഷത്ത് ഉപസംഹരിക്കുകയാണ്. അപ്പൊ ഈ ശാന്തി പാഠം മാത്രം കൊണ്ട് ഈ ഉപനിഷത്തിന്റെ മാഹാത്മ്യം ഇന്നത്തെ ജനസമൂഹത്തിന് എന്തുമാത്രം ഇത് ആവശ്യമാണ്. ഗുരുശിഷ്യന്മാർ തമ്മിലുള്ള പ്രാർത്ഥനയാണ്. അപ്യായന്തു മമാങ്കാനി വാക്പ്രാണശ്ചക്ഷുശ്രോത്രമഥോബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണം മേസ്തു തദാത്മനി നിരതേ യ ഉപനിഷത്സു ധർമാസ്തേ മൈ സന്തു തേ മൈ സന്തു. ഇത് ആ ഉപനിഷത്തിൽ നോക്കി പല പ്രാവശ്യം വായിച്ചു. ഞാൻ പറഞ്ഞ അർത്ഥം വീണ്ടും കേട്ടു. ആ ഒരു ശാന്തി പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് പലർക്കും പറഞ്ഞു കൊടുക്കുക. കഴിയുന്നിടത്തോളം കുട്ടികളുടെ മറ്റുള്ളവരിലും ഇത് എത്തിക്കുക. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ദൗർബല്യം കൊണ്ട് ഫലമില്ല, ബലിഷ്ഠമാകണം. ബലിഷ്ഠമായാൽ അത് നിരാകരിക്കില്ല. ദൗർബല്യം കൊണ്ടാണ് നിരാകരിക്കുക. ആ അവസ്ഥയിലേക്ക് അവരെ വിടരുത് എന്നൊരു ആമുഖ പ്രഖ്യാപനത്തോടുകൂടി ഗുരുശിഷ്യന്മാരുടെ സംവാദത്തോടുകൂടി നമുക്കിന്ന് നമ്മുടെ പാഠം ഉപസംഹരിക്കാം. ഉപനിഷത്തിന് വിഷയത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുന്നില്ല. ആ ശാന്തി പാഠം പറഞ്ഞ് അടുത്ത ക്ലാസ് മുതൽ അതിൻ്റെ
8 ഖണ്ഡങ്ങളിലെ കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ കഥയെല്ലാം പറയാൻ സമയം കിട്ടില്ല. 100ഓളം കഥകളും ഉപകഥകളും വിഷയങ്ങളും ഉണ്ട്. പ്രധാനപ്പെട്ടത് മാത്രം സൂചിപ്പിച്ചുള്ളൂ. പിന്നെ ഉപനിഷത്ത് എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇന്ന് കുറച്ച് ചെയ്യാൻ നമ്മുടെ സമയം ഏതാണ്ടായിരിക്കുകയാണ്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ചാന്തോക്യോപനിഷത്തിനും ഈ 8 അധ്യായങ്ങൾക്കും ഓരോ ശാന്തിപാഠം ഉണ്ടോ? ഇല്ല, ശാന്തി മന്ത്രം ഒന്നേ ഈ ഒരു മന്ത്രമേ ഉള്ളൂ. മറ്റേ ഓരോ അധ്യായങ്ങൾക്കും ഉള്ളത് തൈത്തിരീയത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സാറേ, ഓ. ഒരു അപേക്ഷ. ഈ ചാന്തോക്യോപനിഷത്തിന്റെ ശാന്തിപാഠം വളരെ അത് ഇപ്പൊ പറഞ്ഞപ്പോ ഒരുപാട് എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നി. കുറെ കുട്ടികളെ അത് പഠിപ്പിക്കണം തോന്നി. പക്ഷെ അത് പഠിപ്പിക്കാന് എൻ്റെ ഒരു റിക്വസ്റ്റ് ജയകൃഷ്ണൻ സാറിനോട് ഒന്ന് ഓഡിയോ ചെയ്തിട്ടേ അത് ചാൻറ്റ് ചെയ്യുന്ന ഓഡിയോ ഒന്ന് അയച്ചാല് അത് ഞങ്ങൾക്കൊന്ന് കേൾക്കാനോ അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യാനോ ഉപകാരമായിരിക്കും. ഒന്ന് ഇറ്റ്സ് എ റിക്വസ്റ്റ് ഫ്രം മീ. ജയകൃഷ്ണൻ സാർ ചെയ്യാം സർ, അത് ചെയ്യാം. ഇത് തന്നെ ഇപ്പൊ വിശ്വനാഥ് സാർ പറഞ്ഞു തന്ന കാര്യം. ഇത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് പറയുന്നു, ഇല്ലേ? തീർച്ചയായിട്ടും അയക്കാം സർ. ഇപ്പം ഇതൊന്ന് ചൊല്ലാൻ പറ്റുമോ? എന്തോ ഇപ്പം അതൊന്ന് സ്വരിച്ച് ചൊല്ലാൻ പറ്റുമോ? സ്വരിച്ചെല്ലാം പറ്റത്തില്ല. ഞാൻ സ്വരിച്ചെല്ലാം പഠിച്ചിട്ടില്ല. കാരണം ഇത് വേദമന്ത്രമല്ല, ഉപനിഷത്താണ്. ഉപനിഷത്ത് സ്വരിച്ചെല്ലാം പറ്റുന്നില്ല. വേദമന്ത്രങ്ങളാണ് സ്വരിച്ചു വരേണ്ടത്. അത് വേദമന്ത്രങ്ങൾ എന്നും നമുക്ക് സ്വരിച്ചു വരാനുള്ളതല്ല. അത് യജ്ഞത്തിൽ ഉദ്ഗാതാക്കൾ മാത്രമേ സ്വരിച്ചു വരാവൂ. അതറിയാതെ ഇന്ന് ആര് വേദം കേട്ടാലും സ്വരിച്ചു വരാൻ ശാഠ്യം പിടിക്കുന്നുണ്ടാ. നമ്മളിപ്പോ പുരുഷ സൂക്തമൊക്കെ നമ്മളങ്ങ് ഈ സഹസ്രനാമം ചൊല്ലുന്ന പോലെ ചൊല്ലിയാ മതിയോ? ചൊല്ലണ്ട, യജ്ഞത്തിൽ ഉദ്ഗാതാക്കൾ മാത്രം ചൊല്ലിയാൽ മതി. പറഞ്ഞിരിക്കുന്നേ അല്ല, നമ്മുടെ ദിവസം ചൊല്ലുമ്പോ സഹസ്രനാമം ചൊല്ലുന്ന പോലെ അങ്ങ് ചൊല്ലിയാ മതിയോ? മാത്രം ചൊല്ലിയാൽ മതി. അങ്ങനെ ചൊല്ലാവൂ, മറ്റേ രീതി ചൊല്ലരുതെന്നാ ഞാൻ പറയുന്നത്. കാരണം ഈ യജ്ഞത്തിൽ 4 പേരുണ്ട്. അതിൽ ഒരാളാണ് ഉദ്ഗാതാവ്. അധ്വരിയുണ്ട്, ഹോതാവുണ്ട്. അധ്വരിയും ഹോതാവും ഈ മന്ത്രം ചൊല്ലിയാണ് ഹോമിക്കുന്നത്. അവര് സ്വരിച്ചല്ല ചൊല്ലുന്നത്. അവര് സ്വരിക്കാതെ മന്ത്രം ചൊല്ലി ഹോമിക്കുന്നു. ഉദ്ഗാതാക്കൾ മാത്രമേ ഉള്ളൂ ഉറക്ക ചൊല്ലി സ്വരിച്ചു ചൊല്ലി ഇത് കേൾപ്പിക്കുന്നത്. അവിടെ മാത്രം അവര് ചെയ്യേണ്ട പ്രക്രിയ നമ്മള് എല്ലായിടത്തും എടുത്ത് ഉപയോഗിച്ച് ഇത് പഠിക്കണം. പഠിച്ചിട്ട് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാവൂ. എല്ലായിടത്തും ഇങ്ങനെ വേണം എന്നൊരു ശാഠ്യം ഇന്ന് നമുക്കുണ്ട്. വേദമന്ത്രം കേട്ടാൽ ഇങ്ങനെ ചൊല്ലാവൂ എന്നൊരു ധാരണ എവിടുന്നൊന്നും എനിക്കറിയില്ല. അത് സൂക്തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മന്ത്രങ്ങളാണ്. ഉപനിഷത്തിൽ ഒന്നും സൂക്തമല്ലാതെ മന്ത്രങ്ങളാണ്. അത് സ്വരിച്ചു വരാനേ പറ്റില്ല. അല്ലാതെ സ്വരപ്രക്രിയയുടെ നിബന്ധന ഇല്ല. വേദങ്ങളേ ഉള്ളൂ. അത് മുറജപത്തിന് ചൊല്ലുന്ന വേദങ്ങള് സ്വരച്ചാണോ ചേട്ടാ ചൊല്ലേണ്ടത്? ആ ഉദ്ഗാതാക്കളാണ് ചൊല്ലേണ്ടത്. അത് പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ എല്ലാരും അക്ഷരം കൂട്ടി വായിച്ചാൽ എല്ലാം പോയി ചൊല്ലാൻ പോകും. അത്രേ ഉള്ളൂ. അങ്ങനെ ആയിപ്പോകുന്നത്. ശരി ചേട്ടാ, ജയശങ്കര. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരം. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇത് അദ്വൈത ലഹരിയുടെ അന്തിമ ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ലൈവായിട്ട് തന്നെ ഓഫ്ലൈനായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തിരുന്നു. ഞാനും ജയേട്ടനും സുരേഷ് ഏട്ടനും എല്ലാം കൂടെ. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ളൊരു ഭാഗ്യം വിശ്വനാഥ് സാർ പറഞ്ഞ പോലെ അതിനുള്ളൊരു ഭാഗ്യം കൂടി നമുക്ക് ലഭിക്കട്ടെ, അതിന് ആചാര്യസ്വാമികൾ അനുവദിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ പരിപൂർണമാവുകയാണ്. ഇത് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ജഗദീശന്റെ കാരുണ്യ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ലോക സമസ്ത സുഖനോ ഹോന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര, ജയശങ്കര. പറഞ്ഞ ആ ഒരു ഭാഗം മാത്രം എടുത്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് വേറെ ആവശ്യമുള്ളവർക്ക് ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുത്താൽ അവരത് കേട്ടോളൂ. എവിടെങ്കിലും ഒക്കെ പ്രചരിച്ചോട്ടെ. അത്രയും ഭാഗം മാത്രമായിട്ട് അങ്ങനെ ഇടാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. പറ്റിയല്ലേ? പറ്റും. ഇപ്പൊ ആവശ്യപ്പെട്ട് ചെയ്യാം. അവർക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്കൊക്കെ എത്താവുന്നിടത്തോളം എത്തിച്ചോട്ടെ.
ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ജയശങ്കർ. ജയശങ്കര. 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 നമസ്കാരം.